വൈറ്റില പൊന്നുരുന്നി ഈസ്റ്റ് അങ്കണവാടിയിൽ ഭക്ഷ്യവിഷബാധ 12 കുട്ടികൾക്കാണ് രോഗബാധയുണ്ടായത്. രോഗവ്യാപനം കുടിവെള്ളത്തിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് നിഗമനം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വൈറ്റില പൊന്നുരുന്നി ഈസ്റ്റിലെ 48-ാം നമ്പർ അങ്കണവാടിയിൽ 12 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ശക്തമായ വയറിളക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 രക്ഷിതാക്കൾക്കും ഭക്ഷ്യവിഷബാധയുണ്ടായി. അങ്കണവാടിയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചവർക്കാണ് അസുഖമുണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ഉണ്ടായത്. നമ്മൾ ഇന്നാണ് വിവരം അറിയുന്നത്. വ്യാഴാഴ്ച വൈകിട്ടത്തേക്കാണ് കുട്ടികളിൽ സിംറ്റം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വ്യാഴാഴ്ച ടീച്ചർ അന്ന് ഉണ്ടായിരുന്നില്ല, ആയിരുന്നു ഇൻചാർജ് ആയിട്ട് ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച വൈകിട്ടത്തേക്ക് പ്രശ്നമായി. ഇന്നലെ ഒരു ദിവസം കവർ ചെയ്തു. ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായതായിട്ട് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അങ്കണവാടിയിലെ വെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്നാണ് നിഗമനം. തുറന്ന ടാങ്കിൽ ഒട്ടും സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് പാചകത്തിനായുള്ള വെള്ളം സൂക്ഷിച്ചിരുന്നത്. നിരവധി ക്ഷുദ്രജീവികളെയാണ് അതിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യ വിഭാഗം വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. എങ്ങനെയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു ADD അല്ലെങ്കിൽ ഒരു വയറിളക്ക രോഗം ഔട്ട്ബ്രേക്ക് വരുമ്പോൾ സാമ്പിൾസ് സസ്പെക്ട് ചെയ്യുന്ന സാമ്പിൾസ് എടുത്തിട്ട് ആദ്യം അയക്കാന്നുള്ളതാണ് ചെയ്യുന്നത്. അത് നിലവിൽ ചെയ്തേക്കാണ്. ആ റിസൾട്ട് പ്രകാരമാണ് എന്താണെന്നുള്ള നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ അവരെ ഇൻസ്പെക്ട് ചെയ്തിട്ട് സംശയമായിട്ട് തോന്നിയ വെള്ളം സാമ്പിളും കാര്യങ്ങളെടുത്ത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് ലാബ്. അപ്പോൾ അങ്ങനെ അയച്ചേക്കാണ്. അതിന്റെ റിസൾട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരും. ആ റിസൾട്ട് കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് കാരണം, എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ട് സയന്റിഫിക്കലി പറയാൻ പറ്റുള്ളൂ. അങ്കണവാടിയുടെ തൊട്ടുമുകളിലായി താൽക്കാലികമായി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വേസ്റ്റ് അങ്കണവാടിയുടെ മുന്നിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായ ആരോഗ്യ ലംഘനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപ പ്രദേശങ്ങളും കാടുമൂടിയ നിലയിലാണ്. തൊട്ടടുത്തായി മാലിന്യം വന്നു നിറയുന്ന ഒരു തോടുമുണ്ട്. ചുരുക്കത്തിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്താണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. രോഗബാധയുണ്ടായ കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. സാമ്പിൾ പരിശോധനയുടെ ഫലം പുറത്തുവന്നതിനു ശേഷമേ രോഗബാധ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാൻ കഴിയൂ. ന്യൂസ് 18 കൊച്ചി.